എസ്തെറ്റിക്സ്. ബ്യൂട്ടിയുടെയും ടേസ്റ്റിൻ്റെയും ഫിലോസഫിക്കൽ സ്റ്റഡിയാണ് ഈസ്തെറ്റിക് ഓർ ഈസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. എസ്തെറ്റിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഫിലോസഫി ഓഫ് ആർട്ടുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണിത്. ആർട്ടിൻ്റെ നേച്ചറും കോൺസെപ്റ്റ്സിനെയും ആണ് ഇത് മെയിൻലി കൺസേൺ ചെയ്തിട്ടുള്ളത്. ഇൻഡിവിജ്വൽ വർക്ക്സ് ഓഫ് ആർട്ടിനൊക്കെയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു മോഡേൺ ഡിസിപ്ലിൻ കൂടിയാണിത്. ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ജർമ്മൻ ഫിലോസഫറായ അലക്സാണ്ടർ ഗോട്ട്ലീബ് ബൊംഗാർട്ടൻ ആണ് 1735. ഇതിൻ്റെ ഇൻഫ്ലുവൻഷ്യൽ പ്രൊപ്പണൻ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ഇമ്മാനുവൽ കെൻ്റ് ആണ്. കെൻ്റ് ആർഗ്യൂ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഒബ്ജക്റ്റിൻ്റെ ബ്യൂട്ടി റിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഇമാജിനേറ്റീവ് ഫീലിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ഫാക്കൽറ്റീസിൻ്റെ ഹാർമണി അല്ലെങ്കിൽ ഫ്രീ പ്ലേ കാണാൻ വേണ്ടി പറ്റും. ഇമാജിനേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ആണ് അത്. 20th സെഞ്ച്വറിയിലെ ഈസ്തെറ്റിക് റൈറ്റേഴ്സ് ആണ് റോജർ ഫ്രൈ, ക്ലെമന്റ് ഗ്രീൻബർഗ്, സൂസൻ ലാംഗർ ആൻഡ് തിയോഡർ അഡോർണോ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ക്രിറ്റിസിസം. ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് വെർബൽ ആർട്ടിൻ്റെയും പോയട്രിയുടെയും ഫംഗ്ഷനെയും നേച്ചറിൻ്റെ കോൺസെപ്ഷനെയുമാണ് റെഫർ ചെയ്യുന്നുള്ളത്. ഇതാദ്യം തിയറൈസ് ചെയ്തിട്ടുള്ളത് ഗ്രീസിൽ 5th സെഞ്ച്വറി BCയിൽ സോഫിസ്റ്റ്സ് ആണ്. ഇവർ കണ്ടന്റിനേക്കാളും സ്റ്റൈലിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഫോർമൽ ആയിരുന്നു. ക്ലാരിറ്റി ഉണ്ട്, ഓർഡർലിനെസ് ഉണ്ട്, ബാലൻസ്, പിന്നെ എസെൻസ് ഓഫ് ഡെക്കറും കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു പ്രോജക്റ്റ് റെപ്യൂഡിയേറ്റ് ചെയ്തിട്ടുള്ളത് പ്ലേറ്റോ ആണ്. പിന്നെ ഇതിൽ വരുന്നുള്ള കുറച്ച് മെയിൻ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് പ്ലേറ്റോ, ഐസോക്രേറ്റ്സ്, അരിസ്റ്റോട്ടിൽ എന്നിവരാണ്. അപ്പം ഈ ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസ് എല്ലാം ഡിറ്റർമൈൻ ചെയ്തത് ഏത് വർക്ക്സ് ആണ് കാനനൈസ് ചെയ്യേണ്ടതെന്നാണ്. കാനനൈസ് ചെയ്യുന്നത് ഹെലനിസ്റ്റിക് ലൈബ്രറീസിൽ ഏത് വർക്ക്സ് ആണ് കാനനൈസ് ചെയ്യേണ്ടതെന്നാണ് ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെയും ഡിറ്റർമൈൻ ചെയ്തിരുന്നത്. ലിറ്റററി സ്കോളേഴ്സ് അവരെ ക്രിറ്റിക്സ് അല്ലെങ്കിൽ ജഡ്ജസ് എന്ന് വിളിച്ചു. എക്സംപ്ലറി ഓതേഴ്സ് ക്ലാസിക് അല്ലെങ്കിൽ ഓഫ് ദി ഫസ്റ്റ് റാങ്ക് എന്ന് അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. ഈ ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് യൂറോപ്യൻ എഡ്യൂക്കേഷനിലായാലും കൾച്ചറിലായാലും ഒരു സെൻട്രൽ പ്ലേസ് റിറ്റെയിൻ ചെയ്തു എന്ന് പറയുന്നുണ്ട് 18th സെഞ്ച്വറി വരെ. റൊമാൻറ്റിസിസം 18th സെഞ്ച്വറിയിലെ ക്ലാസിസിസത്തിനെ റിജക്റ്റ് ചെയ്തു. കാരണം അത് എക്സസീവ്ലി റാഷണലിസ്റ്റിക് ആണെന്നും നാരോലി ഫോർമൽ ആണെന്നുമാണ് അവരുടെ വാദം. കൾച്ചറൽ ഇമ്പീരിയലിസം. എക്കണോമിക്കലി ഡോമിനൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നും മറ്റൊരു നോൺ ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഇമ്പോസിഷനെയാണ് കൾച്ചറൽ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇത് കൾച്ചറൽ ആണ്, അതോടൊപ്പം തന്നെ മറ്റു കമ്മ്യൂണിറ്റിയെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസുമായി ക്ലോസ്ലി റിലേറ്റഡും ആണ്, അതോടൊപ്പം തന്നെ ഡിസ്റ്റിങ്ക്റ്റും ആണെന്ന് പറയുന്നുണ്ട്. ഇതൊരു തരത്തിലുള്ള ഇമ്പീരിയലിസം ആണ്. ഇമ്പോസിങ് കമ്മ്യൂണിറ്റി അതോറിറ്റിയെ ഫോഴ്സ്ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. നോൺ ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയുടെ കൾച്ചറിലുള്ള ആസ്പെക്ട്സിനെ ഒന്നെങ്കിൽ ട്രാൻസ്ഫോർം ചെയ്യും അല്ലെങ്കിൽ റിപ്ലേസ് ചെയ്യുന്നുണ്ട് ഇത്. കൾച്ചറൽ ഇമ്പീരിയലിസം കൊളനൈസേഷൻ്റെ പ്രൈമറി ഇൻസ്ട്രുമെൻസിൽ ഒന്നാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഫ്യൂൾഡ് ബൈ എ ബിലീഫ് ഇൻ ദ സുപ്പീരിയോറിറ്റി ഓഫ് ദെയർ ഓൺ വേ ഓഫ് ലൈഫ്. കൾച്ചറൽ ഇമ്പീരിയലിസത്തിൻ്റെ ചാർജസ് എന്ന് പറയുന്നത് എയിം ചെയ്തിട്ടുണ്ടായിരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ബൈ ക്രിറ്റിക്സ്. വേൾഡിലെ മറ്റു പാർട്സിലൊക്കെയും അഗ്രസീവ് മാർക്കറ്റിങ്ങിലൂടെ അമേരിക്കൻ ഗൂഡ്സ് ആൻഡ് സർവീസസിന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൾച്ചറൽ ഇമ്പീരിയൽ കൺട്രോൾ നേടാമെന്നാണ് അവർ അലീജ് ചെയ്യുന്നുള്ളത്. യൂറോസെൻട്രിസിസം. യൂറോപ്പ് അല്ലെങ്കിൽ യൂറോപ്യൻ പീപ്പിളിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും കാര്യങ്ങളെ നോക്കിക്കാണുന്നതിനെയാണ് യൂറോസെൻട്രിസിസം എന്ന് പറയുന്നത്. കോയിൻ ചെയ്തിട്ടുള്ളത് 1970 ബൈ ഈജിപ്ഷ്യൻ മാർക്ഷ്യൻ എക്കണോമിസ്റ്റ് സമീർ അമീൻ. ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ആൻറ്റി യൂണിവേഴ്സലിസ്റ്റ് ആണ്. വെസ്റ്റേൺ മോഡലിൻ്റെ ഇമിറ്റേഷനെയാണ് ഇത് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഇതൊരു സോഷ്യൽ തിയറി അല്ല. എക്സിസ്റ്റിംഗ് റിയാലിറ്റീസിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ഡിസ്റ്റോർഷനാണ് ഇതെന്ന് പറയുന്നത്. കുറേ സ്കോളേഴ്സൊക്കെയും യൂറോസെൻട്രിസിസത്തിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ഒറിജിൻ ആയാലും എവല്യൂഷൻ ആയാലും കോമൺ ഫീച്ചേഴ്സ് ആയാലും അതൊക്കെയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. റൈറ്റേഴ്സും സ്കോളേഴ്സൊക്കെയും ബിലീവ് ചെയ്യുന്നുള്ളത് വെസ്റ്റേൺ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് മനീഷ്യൻ വേൾഡ് വ്യൂയുടെ റേഷണലുമായിട്ടാണ് മെയിൻലി പ്രിമൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. എന്നുവെച്ചാൽ വി ഓർ അസ് വേഴ്സസ് ദേ ഓർ ദെം, പിന്നെ റാഷണൽ വെസ്റ്റ് വേഴ്സസ് ഇറാഷണൽ ഈസ്റ്റ്, ഡെവലപ്ഡ് വേഴ്സസ് അൺഡെവലപ്ഡ്,
modern versus primitive, material versus spiritual, and superior versus inferior, and so on. ലിബറൽ ഹ്യൂമനിസം ഇതൊരു ഫിലോസഫിക്കൽ മൂവ്മെൻ്റ് ആണ്, ലിറ്റററി മൂവ്മെൻറ്റും കൂടിയാണ്. ഇതിൻ്റെ റൂട്ട്സ് നമുക്ക് അരിസ്റ്റോട്ടലിൻ്റെ ഫിലോസഫികളിൽ കാണാൻ വേണ്ടി പറ്റും. 19th സെഞ്ച്വറിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ ഫോർമൽ ബിഗിനിങ് നമുക്ക് 1840-ലെ FD മോറിസിൻ്റെ വർക്കിൽ കാണാൻ വേണ്ടി പറ്റും. FD മോറിസ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസിനാണ് സ്ട്രെസ്സ് കൊടുത്തിട്ടുള്ളത്. ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻ്റ് ലിറ്റററി ടെക്സ്റ്റ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസിനാണ് അദ്ദേഹം സ്ട്രെസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്ന പ്രൊപ്പനൻ്റാണ് IA റിച്ചാർഡ്സ് 1929-ൽ. ഇദ്ദേഹവും ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസിന് തന്നെയാണ് സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട്, ഒരു ടെക്സ്റ്റിൻ്റെ വാല്യൂ ആയാലും മീനിങ് ആയാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ലാംഗ്വേജിൻ്റെ യൂസിലൂടെയാണ്, അല്ലാതെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലൂടെ അല്ല എന്ന്. ലിബറൽ ഹ്യൂമനിസം ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് 1930-1950 ആ ഒരു ഇയറിൻ്റെ ഇടയിലാണെന്ന് പറയുന്നു. It is attacked by theories such as Marxism and feminism in early 1960s. ലിബറൽ ഹ്യൂമനിസം സയൻറ്റിഫിക് റേഷണൽ വേൾഡ് വ്യൂവിനെ ഇൻസ്പയർ ചെയ്തെന്ന് പറയുന്നു. ലിബറൽ ഹ്യൂമനിസത്തിന് എക്സാമ്പിളായിട്ടൊരു വർക്ക് പറയുന്നു വിർജീനിയ വൂൾഫിൻ്റെ എസ്സേ മോഡേൺ ഫിക്ഷൻ 1919-ൽ. ലിബറൽ ഹ്യൂമനിസത്തിൽ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത് അല്ലെങ്കിൽ സെൻട്രൽ കൺസേൺ ആയിട്ട് വരുന്നത് മാനും മാനിൻ്റെ കാപ്പാബിലിറ്റീസും ആണ്. ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ സ്റ്റഡിയിൽ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള മീനിങ്ങിനെയാണ് കണ്ടെത്തുന്നത്. അതതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നായാലും ഏജിൽ നിന്നായാലും ഡിറ്റാച്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ 10 tenets എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ ആസ്പെക്ട്സ് ആണ്. ഈ 10 tenets എന്ന് പറയുന്നത് ഇൻവിസിബിൾ ഗൈഡ് ലൈൻസ് ആണ്. ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് ലിറ്റററി ക്രിറ്റിക്സ് യൂസ് ചെയ്യുന്ന ഇൻവിസിബിൾ ഗൈഡ് ലൈൻസ് ആ 10 എണ്ണം ഉണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഗുഡ് ലിറ്ററേച്ചർ ട്രാൻസെൻഡ്സ് ടൈം. സെക്കൻഡ് വൺ, ദ ലിറ്റററി ടെക്സ്റ്റ് കണ്ടെയ്ൻസ് ഇറ്റ്സ് ഓൺ മീനിങ് വിതിൻ ഇറ്റ് സെൽഫ്. തേർഡ് വൺ, to understand the text well, it has to be detached from the context and studied in isolation. Fourth one, human nature is essentially unchanging. Fifth one, the transcendent subject. Sixth, the purpose of literature is to enhance life and propagate human values. Seventh, form and content in literature must be fused in an organic way. Eighth one, the text must be sincere. Ninth one, showing over telling. 10th one, criticism should mediate between the text and the reader. നെക്സ്റ്റ്, നിയോകൊളോണിയലിസം. ഒരു സൊസൈറ്റിയിൽ കൊളോണിയൽ ഇറയുടെ ഏജൻസിനെയും ചില റെമനന്റ് ഫീച്ചേഴ്സിൻ്റെ ഇഫക്ട്സും ആക്ഷൻസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നിയോകൊളോണിയലിസം എന്ന് പറയുന്നത്. അപ്പം ആ കൊളോണിയലിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെയും ഇപ്പോഴും മോസ്റ്റ് ഫോമർ കോളനീസിൻ്റെ ലൈഫ്സിലൊക്കെയും പ്രസൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം നിയോ കൊളോണിയലിസത്തിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഈ ഇൻഫ്ലുവൻസും ഏജൻസും ഇഫക്ട്സും ഒക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒന്നാണെന്ന് പറയുന്നു. ഈ നിയോ കൊളോണിയലിസം എന്ന് പറയുന്ന ടേം ആദ്യം റെക്കോർഡഡ്ലി യൂസ് ചെയ്തിട്ടുള്ളത് ജീൻ പോൾ സാർട്ടറുടെ വർക്കായ കൊളോണിയലിസം ആൻഡ് നിയോ കൊളോണിയലിസം എന്ന വർക്കിലാണ് 1964-ൽ. ഇത് ആഫ്രിക്കൻ ഫിലോസഫിയിൽ ഒരു എസെൻഷ്യൽ തീമായിട്ട് മാറുകയുണ്ടായി. ഇറ്റ് ഫൈനലി കെയിം ടു ദ ഫോർ ബൈ ക്വാമെ നക്രൂമാസ് വർക്ക് നിയോ കൊളോണിയലിസം ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇംപീരിയലിസം ഇൻ 1965. ഈ നിയോ കൊളോണിയലിസം എന്ന് പറയുന്ന ഈ ഒരു വേർഡ് പിന്നീട് വന്നത് ക്വാമെ നക്രൂമയുടെ നിയോ കൊളോണിയലിസം ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇംപീരിയലിസം എന്ന വർക്കിലാണ് 1965-ലാണ്. ഇത് ആഫ്രിക്കൻ ഫിലോസഫിയിൽ ഒരു തീം ആയി എന്ന് പറയുന്നുണ്ട്. നിയോ കൊളോണിയലിസത്തിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേറ്റ് അപ്പിയർ ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. അതോടൊപ്പം തന്നെ ഡീലിങ്സിലൊക്കെയും ടോട്ടൽ കൺട്രോൾ ഉണ്ടാകുന്നുണ്ട്. ബട്ട് ഇൻ ഫാക്ട് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഔട്ട്സൈഡർ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ്. നെക്സ്റ്റ്, ന്യൂ ഹിസ്റ്റോറിസിസം. ഇതെന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചാണ്. ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1980s-ലാണ്. ഇതൊക്കെ നമുക്ക് സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റിൻ്റെ റൈറ്റിങ്സിലൊക്കെയും കാണാൻ വേണ്ടി പറ്റും. ഇതൊരു പാരലൽ റീഡിംഗ് ആണ്. ഒരു ടെക്സ്റ്റിൻ്റെ പാരലൽ റീഡിംഗ് ആയിട്ടാണ് ന്യൂ ഹിസ്റ്റോറിസിസം പറയപ്പെടുന്നത്. വിത്ത് ഇറ്റ്സ് സോഷ്യോ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻസ് വിച്ച് ഫോം ദ കോടെക്സ്റ്റ്. ന്യൂ ഹിസ്റ്റോറിയൻസ്
ന്യൂ ക്രിറ്റിസിസത്തിലത്തെ ഫണ്ടമെൻ്റൽ ടെനറ്റ്സിനെയൊക്കെയും റിജക്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ലിബറൽ ഹ്യൂമനിസത്തിനെയും റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ന്യൂ ഹിസ്റ്റോറിസിസം ഡീൽ ചെയ്യുന്നത് ടെക്സ്ച്വാലിറ്റി ഓഫ് ഹിസ്റ്ററി ആൻഡ് ദ ഹിസ്റ്റോറിസിറ്റി ഓഫ് ടെക്സ്റ്റ് ആണ്. പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ കുറേ അസംഷൻസിനൊക്കെയും അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പൊതുവായ ഹ്യൂമൻ നേച്ചറിൻ്റെ എസെൻഷ്യൽ ഐഡിയയെ കൂടി അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ലിറ്റററി ആൻഡ് നോൺ ലിറ്റററി ടെക്സ്റ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനിലൂടെയാണിത് തുടങ്ങുന്നത്. ഏതെന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റിൻ്റെ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. ടെക്സ്റ്റ് ആയാലും കോണ്ടെക്സ്റ്റ് ആയാലും ഇവിടെ ഇവർ പെർസീവ് ചെയ്യുന്നത് ഒരു സെയിം ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻസ് ആയിട്ടാണ്. ഫുക്കോൾട്ട് ഒബ്സർവ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഹിസ്റ്ററി ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത് ഈ കണ്ടംപററി ഹിസ്റ്റോറിസിസ്റ്റൊക്കെയും ഹൈലൈറ്റ് ചെയ്യുന്ന ഹിസ്റ്ററിയുടെ കോൺഫ്ലിക്ട്സിനെയാലും ഡിസ്കണ്ടിന്യൂറ്റീസിലൊക്കെ ഉണ്ടാകുന്ന ഗ്യാപ്സും ഫിഷേഴ്സും ആണ്. അല്ലാതെ കൊഹറൻറ്റ് മാനറിൽ എഴുതുന്ന എഴുത്തിനെ അല്ല എന്ന് പറയുന്നുണ്ട്. ന്യൂ ഹിസ്റ്റോറിസിസം പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഐഡിയ ആണ് അപ്ലൈ ചെയ്യുന്നുള്ളത്. കൾച്ചറൽ മെറ്റീരിയലിസം. കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത് റേമണ്ട് വില്യംസ് ആണ്. പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് ജൊനാഥൻ ഡോളിമോറും അലൻ സിൻഫീൽഡും ആണ്. ഇത് റെഫർ ചെയ്യുന്നുള്ളത് ന്യൂ ഹിസ്റ്റോറിസിസത്തിലുള്ള മാർക്സിസ്റ്റ് ഓറിയൻറ്റേഷൻ ആണ്. ക്യാരക്ടറൈസ് ചെയ്യുന്നുള്ളത് ഒരു പൊളിറ്റിസൈസ്ഡ് ഫ്രെയിം വർക്കിൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിൻ്റെ അനാലിസിസ് ആണ്. കൾച്ചറൽ മെറ്റീരിയലിസം ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൻ്റെ സ്റ്റഡിക്ക് എംഫസിസ് കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കൾച്ചറൽ മെറ്റീരിയലിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് ഹിസ്റ്ററിയുടെ ടെക്സ്ച്വാലിറ്റിയും ടെക്സ്റ്റിൻ്റെ ഹിസ്റ്റോറിസിറ്റിയും ആണ്. ഒരു ടെക്സ്റ്റിൻ്റെ പൊളിറ്റിക്കൽ അജൻഡാസിനെ കുറിച്ചിട്ടെല്ലാം അവർക്ക് മതിയായ അവയർനെസ് ഉണ്ട്. അവർ ബിലീവ് ചെയ്യുന്നത് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റൊക്കെയും അപ്പോളിറ്റിക്കൽ റീഡിങ്സ് ജനറേറ്റ് ചെയ്യുന്നെന്നും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻസും ഇല്ല എന്നും ആണ്. കൾച്ചറൽ മെറ്റീരിയലിസ്റ്റ് കോൺഷ്യസ്ലി പൊളിറ്റിക്കലാണ്. ഇവർ എയിം ചെയ്യുന്നത് സോഷ്യൽ ഓർഡർ ട്രാൻസ്ഫോർം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് റീഡിങ്സ് ഒക്കെയും വരുന്നുള്ളത്. അതോടൊപ്പം തന്നെ സബ്വേർഷനും റെസിസ്റ്റൻസിൻ്റെ പോസിബിലിറ്റിയും ബുക്ക് ചെയ്യുന്നുണ്ട്. മീൻസ് അത് രണ്ടും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു ടെക്സ്റ്റിനുള്ളിലുള്ള പവർ സ്ട്രഗിൾസ് ആയാലും ഹിഡൻ പൊളിറ്റിക്കൽ അജൻഡയൊക്കെ ആയാലും ഇത് ഈ കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് ഇൻട്രഗേറ്റ് ചെയ്യുന്നുണ്ട്. ഓറിയൻ്റലിസം എന്ന് പറയുന്നത് ആദ്യം മനസ്സിലേക്ക് വരുന്ന പേരാണ് എഡ്വാർഡ് സെയ്ഡ് എന്ന് പറയുന്നത്. എഡ്വാർഡ് സെയ്ഡിൻ്റെ വർക്കാണ് ഓറിയൻ്റലിസം എന്ന് പറയുന്നത് 1978 വന്നത്. ഓറിയൻ്റലിസം മീൻസ് ഓറിയൻ്റ് ആയിട്ട് കാണുക, എന്തെങ്കിലും ഒരു തിങ്ങിനെയോ അല്ലെങ്കിൽ സംവൺ ഓർ സംതിങ്ങിനെ അതർ ആയിട്ട് കാണുന്നതിനാണ് ഓറിയൻ്റൽ എന്ന് പറയുന്നത്. ഓറിയൻ്റലിസം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിസിപ്ലിൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ പ്രോസസ്സസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സ്റ്റൈൽസ് ഓഫ് തോട്ടാണ്. ഓറിയൻ്റലിസം എന്ന് പറയുന്നത് മേക്കിംഗ് സംതിങ് ഓർ സംവൺ ഓറിയൻ്റൽ. ഇതൊരു ഡിസ്കേഴ്സീവ് പ്രോസസ്സാണ്. അപ്പം എഡ്വാർഡ് സെയ്ഡ് പറയുന്നുണ്ട് എങ്ങനെയാണ് ദ വെസ്റ്റ് ദ ഈസ്റ്റിനെ കൺസ്ട്രക്ട് ചെയ്തതെന്ന്. ഇവിടെ കോളനൈസർ ആണ് റൈറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോളനൈസ്ഡ് ആയിട്ടുള്ളത് സൈലൻ്റ് ആയിട്ടുണ്ട്. റൈറ്റിങ്സ് ആണ് ഓറിയൻ്റൽ ആയിട്ടുള്ളതിനെ അതർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. ഈ ടേമിന് 3 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഒന്ന്, ഇറ്റ് റെഫേഴ്സ് ടു ദ സെഞ്ച്വറീസ് ഓഫ് റിലേഷൻസ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള റിലേഷൻസിനെ റെഫർ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ടു 19th century സ്പെഷ്യലിസ്റ്റ് ആൻഡ് ടീച്ചേഴ്സ് ഇൻ ഓറിയൻ്റൽ ലാംഗ്വേജസ് ആൻഡ് കൾച്ചർ. ഓറിയൻ്റൽ ലാംഗ്വേജിലായാലും കൾച്ചറിലായാലുമുള്ള 19th century സ്പെഷ്യലിസ്റ്റിനെയും ടീച്ചേഴ്സിനെയും റെഫർ ചെയ്യുന്നുണ്ട്. Then to the myths and stereotypes produced by generations of writers, artists and administrators in the west of the Orient and the Oriental as exotic, indolent, devious and untrustworthy. അപ്പോൾ മോഡ്യൂൾ 2 അത്രയേ ഉള്ളൂ.